ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാ. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ പച്ചരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3/4 കപ്പോളം ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് ചോറ് എന്നുള്ള രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചരിൻ്റെ അളവനുസരിച്ചിട്ട് ചോറിൻ്റെ എണ്ണം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് വെക്കാം. ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോയൊന്നും ചെയ്യണ്ട കേട്ടോ. ഈ രീതിക്ക് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ മാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം തന്നെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ദോശയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. ഇപ്പം മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഇതിൻ്റെ സൈഡ് ബാക്കി ഇതുപോലെ തന്നെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാകും. നമ്മൾ കൂടുതൽ സമയം വെച്ചാലൊന്നും ഇത് എന്താ പറയുക നല്ല കട്ടിയായിപ്പോൾ ഒന്നും ചെയ്യില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചോറ് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്യില്ലേ. പക്ഷേ ഈ ദോശ അങ്ങനെ ഒരിക്കലും ആവില്ല കേട്ടോ. അത് കൂടിപ്പോയാൽ തന്നെ നമ്മളിതിൽ മുട്ട ഇട്ടതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്കത് ഇളകി വരും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർ നമുക്ക് പറ്റിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇതിൽ മുട്ട ചേർത്തിട്ടൊന്നും അവരറിയേയില്ല. ഒട്ടും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് തോന്നുകയില്ല. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ പിന്നെ കാണാം. ബൈ. താങ്ക് യു.